ഹായ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. കുറേയേറെ ദിവസമായി ഞാനൊരു റിയാക്ഷൻ വീഡിയോ, രേണു സുധിയുടെ റിയാക്ഷൻ വീഡിയോ ഒക്കെയാണ് ഇട്ടത്. അപ്പം രേണു സുധിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് സത്യം പറയാൻ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഓക്കെ, അവർ അന്ന് ചെയ്തിരുന്ന ഓരോ പ്രവർത്തികൾ കണ്ടപ്പോൾ അവരെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അത് അവർക്ക് അസുഖം ഉണ്ടെന്ന് അറിയുന്നതിനൊക്കെ മുന്നേ ആയിരുന്നു. ഞാൻ ഏറ്റവും ലാസ്റ്റിൽ രേണുവിനെ കുറിച്ച് വീഡിയോ ഇട്ടത് രേണുവിന് ഒരു അസുഖം ഉണ്ട് എന്നുള്ള ഇങ്ങനെ ഒരു വാർത്തയൊക്കെ വന്നപ്പം രേണു നിരസിച്ചിരുന്നു അന്ന് ആ സമയത്തൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു രേണുവിന് ഒരു അസുഖം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് അറിഞ്ഞതിന് ശേഷം, അവർക്ക് അസുഖം ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് എന്താ അവരെക്കുറിച്ച് ഒരു വീഡിയോ ഇടാൻ തോന്നിയില്ല. പിന്നെ ഞാൻ അവരുടെ വീഡിയോകളൊക്കെ കാണുമ്പോൾ വിചാരിക്കും അവരെക്കുറിച്ച് ഒരു വീഡിയോ ഇടണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവരുടെ ഇപ്പോഴത്തേക്ക് അവസ്ഥ കണ്ടിട്ടുണ്ടല്ലോ, വളരെ സങ്കടം തോന്നിയായിരുന്നു. പക്ഷേ അവര് അന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാവരും വിമർശിച്ചു, അതുകൊണ്ട് ഞാനും വിമർശിച്ചു. അന്ന് അവർ ചെയ്ത് കൂട്ടിയതെല്ലാം തെറ്റായിരുന്നു. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കഷ്ടം. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ഒരു വീഡിയോ വന്നു, ഞാനതിവിടെ കൊടുക്കാം. അവരുടെ മുടിയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടൊക്കെ, മുടിയൊന്നും ഇല്ലാതെ എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെ കഷ്ടം, വളരെ കഷ്ടം തോന്നി. ഭഗവാനോട് ഈ നിമിഷവും ഞാൻ അവരൊക്കെ അസുഖമെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ ഞാൻ ഭഗവാനോട് എൻ്റെ പ്രാർത്ഥനയിൽ അവരെയും കൂടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുണ്ട്. അവർക്ക് അസുഖം പെട്ടെന്ന് ഭേദമാക്കി കൊടുക്കണേ, അവരെ തിരിച്ച് കൊണ്ടുവരണേ എന്നപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമ്മൾ മനുഷ്യരല്ലേ. ഒരു മനുഷ്യൻ ഒരു അഹങ്കാരം കൊണ്ട് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് കണ്ടപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ വിമർശിച്ചു. പക്ഷേ അവർക്കിടെ ആ ഒരു അവസ്ഥ നമ്മൾ കണ്ടപ്പോൾ അത് ആർക്കും വരരുതേ, വന്ന അവസ്ഥയിൽ നിന്ന് അവർ പെട്ടെന്ന് തന്നെ നേരെയായി വരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും ചോദിക്കും, നീ അന്ന് അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. അന്ന് അവരുടെ സ്വഭാവം അതായിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞിരുന്നില്ല അവർക്കിടെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന്. അവർക്കിടെ പിന്നിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അവരെ കുറിച്ച് ഒരു വിമർശന വീഡിയോയും ഇട്ടിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് കഷ്ടം തോന്നിയായിരുന്നു. ഓക്കെ, എന്തുവായാലും അവരുടെ വീഡിയോ കണ്ടോ? നിങ്ങൾ ഒന്ന് കണ്ടു നോക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, അവരുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദം ആവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളെ കൊണ്ടുവെക്കുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാം. എന്നാൽ ചോദിക്കും, ഈ ഒരു അസുഖം ബാധിച്ചത് ആദ്യമായിട്ടാണോ, രേണുവിന് മാത്രമാണോ ഉള്ളതെന്ന്? അല്ല. എന്നാലും നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇത്രയും വന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും അവരെക്കുറിച്ച് വിമർശിച്ചതും, പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴും എല്ലാവരും അറിയുന്നു. ഒരുപാട് പേരുടെയും നമ്മൾ അറിയപ്പെടാതെ പോകുന്ന എത്രയോ ആളുകൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്ന് ഇതിലും കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ ഒരു അസുഖം ആർക്കും വരുത്തരുതേ. വരുന്നവർക്ക്, നമ്മൾ അറിയാത്തവരായാലും അറിഞ്ഞിട്ടുള്ളവരായാലും, അങ്ങനെ ഒരു അസുഖം വന്നവരുടെ ഈ അസുഖം എത്രയും പെട്ടെന്ന് ഭേദം ആവട്ടെ. രേണുവിൻ്റെ മാത്രമല്ല, ആരുടെ ആയാലും. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, അതല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ. അപ്പോൾ അതാണ് രേണുവിനെ കുറിച്ചുള്ള കഥകൾ. വളരെ സാഡ് സ്റ്റോറി. സത്യം, ഞാൻ രേണുവിന് അസുഖമെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. എനിക്കത് ഇടണമെന്ന് തോന്നിയില്ല. ഇടുന്നത് എന്നോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ രേണുവിന് അസുഖമെന്ന് അറിഞ്ഞതിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. വളരെ കഷ്ടം തോന്നുന്നല്ലേ അവരുടെ അവസ്ഥ. അവർക്ക് എഴുന്നേറ്റ് മൂന്ന് നിൽക്കാൻ പോലും വയ്യ. അവർക്ക് ആദ്യമേ ആരോഗ്യം വലുതായിട്ടില്ല, പിന്നെ ഇപ്പോൾ ഈ ഒരു അസുഖം കൂടെ വന്നപ്പോൾ അവർക്ക് ഒട്ടും വയ്യ, എഴുന്നേറ്റ് മൂന്ന് നിൽക്കാനേ വയ്യ. പിന്നെ അവരെക്കുറിച്ചൊക്കെ ഒരുപാട് വിമർശനങ്ങൾ, അതായത് നെഗറ്റീവ് കമൻറ്റ് ഇപ്പോഴും ഇടുന്നതും നെഗറ്റീവ് വീഡിയോകൾ ഇപ്പോഴും ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും ശരിയല്ല കേട്ടോ, അതൊക്കെ തെറ്റാണ്. നമ്മളൊക്കെ അവരെ വിമർശിച്ചിട്ടുണ്ട്, അവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരുടെ ആ ഒരു അഹങ്കാരം പിടിച്ച സംസാരവും ഒരു സമയത്തുള്ളത്, ആ സമയത്തേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ യൂട്യൂബേഴ്സ് ആയാലും അല്ലാതെ നോർമൽ ആരും അവരെക്കുറിച്ച് ഒരു മോശം ഇപ്പം ആരും പറയാറില്ല. കാരണം
അവരുടെ അവസ്ഥ അതാണ്. ആ ഒരു അവസ്ഥയിലും അവര് മരിച്ചുപോയെന്നും നിനക്കിത് വരണമെന്നും അല്ലെങ്കിൽ നീ കള്ളമാണ് പറയുന്നതും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോരുത്തർ വീഡിയോ ഇടുന്നുണ്ട്, കമന്റുകളൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഒരാളുടെ അവസ്ഥ അറിഞ്ഞിട്ട് പിന്നെ അവരെ ഈ രീതിയിൽ പറയാൻ പാടില്ല. അത് തെറ്റാണ്. അങ്ങനെ ചെയ്യരുത്. അത് സത്യം അല്ല എന്ന് പലരും പറയാറുണ്ട്. അവരുടെ അഭിനയമാണ്, കയ്യിലൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടൊക്കെ ഉള്ളതൊക്കെ അവരുടെ വെച്ച് കെട്ടാണ് എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും വെച്ച് കെട്ടല്ല. ഒരു മുടിയൊക്കെ മുറിച്ച് അവരെ കണ്ടു കഴിഞ്ഞാലേ അറിയത്തില്ലേ അവരുടെ അവസ്ഥ സത്യമാണ്, കള്ളമല്ല എന്നുള്ള കാര്യം. അവരുടെ രൂപം കണ്ടാലേ മനസ്സിലാവത്തില്ലേ. പിന്നെയും അവര് കള്ളമാണ് പറയുന്നത്, അവർക്ക് ഇത് വരണം എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ മോശമാണ്. അങ്ങനെ ആരും പറയരുത്, ചെയ്യാനും പാടില്ല. അതാണ് രേണുവിനെ കുറിച്ചുള്ള എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. രേണുവിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇപ്പോൾ എന്നാ ചോദിക്കും, വീഡിയോ നിർത്തിയതാണ്, ബൈ ബൈ പറഞ്ഞതാണ്, എന്നിട്ട് പറയുകയാണ്. എന്നാ ചോദിക്കും, നിങ്ങളൊക്കെ നേരത്തെ അവളെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടില്ലേന്ന്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾക്ക് എല്ലാവർക്കും അവരുടെ കൂടെ നിൽക്കാം. അവർ തിരിച്ചു വരട്ടെ. അവർ വന്നിട്ട് പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്നേരത്തെ സമയം. ഇപ്പം തൽക്കാലം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അത് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്ന് ചെയ്യാം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കും, അറിയില്ല. എൻ്റെ മാത്രം അഭിപ്രായമാണത്.